ബാക്കിയെല്ലാം നിർത്തിവെച്ച് ആ പ്രമേയത്തിന്റെ സമയത്ത് മാത്രം ഞങ്ങൾ അസംബ്ലിയിൽ ഇരിക്കാം, ആ പ്രമേയത്തിനെതിരായിട്ട് വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ കേരളത്തിലെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും UDFിനും സാധിക്കുന്നില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. എങ്ങനെയെങ്കിലും അധികാര കസേരയിൽ ഏറുക എന്നത് മാത്രമാണോ ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം? ജീവൻ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളെ അധികരിച്ച് ചർച്ച ചെയ്യുന്നതിനും അതിനൊരു തീരുമാനം എടുക്കുന്നതിനും പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമില്ലേ? ആ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷം നിർവഹിച്ചില്ല. ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചുകൊണ്ട് BBG റാംജി പദ്ധതി കൊണ്ടുവന്ന കേന്ദ്രത്തിന്റെ ആ പദ്ധതിയിലെ വ്യവസ്ഥകൾക്കെതിരായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടാൻ പ്രതിപക്ഷത്തിന് സാധിച്ചോ? ഒരൊറ്റ നോട്ടം അധികാര കസേരയിലാണ്. എങ്ങനെയാണ് 10 കൊല്ലം അധികാരം ഇല്ലാതായി പോയപ്പോഴുള്ള വല്ലാത്ത അസ്വസ്ഥതയിൽ എങ്ങനെയാണ് അധികാര കസേരയിലെത്താൻ സാധിക്കുക എന്നാണ് അവർ നോക്കുന്നത്. ജനങ്ങളുടെ ഒരു പ്രശ്നവും അവർ കാണുന്നുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നിച്ചു നിന്ന് ഇതിനെയെല്ലാം എതിർത്താൽ ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? അതിനെ എതിർക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. എന്തിനാണ് നടുത്തളത്തിൽ കുത്തിയിരിക്കുന്നത്? അവർ പറയും